പഴയ ചൈനീസ് വിശ്വാസ പ്രമാണം പ്രകാരം ചൈനയിലെ സ്ത്രീകൾക്ക് ആത്മാവില്ലായിരുന്നു എന്നവർ വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആത്മാവില്ലാത്ത സ്ത്രീകളെ കൊല്ലുന്നത് പാപമല്ല എന്ന് വിശ്വസിച്ച ഒരു ജനത ചൈനയിൽ ജീവിച്ചിരുന്നു. 12ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ ബിച്ച് ഹാൻഡിന്റെ പേരിൽ നൂറുകണക്കിന് സ്ത്രീകളെ യൂറോപ്പിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു. അവർ ദുർമന്ത്രവാദികളാണെന്നും അവർ നോക്കിയപ്പോൾ എൻ്റെ പാടം കരിഞ്ഞുപോയെന്നും അവർ ചിരിച്ചപ്പോൾ എൻ്റെ കുട്ടി മരിച്ചുപോയെന്നും ഒക്കെ വിശ്വസിക്കുകയും അത്തരത്തിൽ അവരെ ചുട്ടുകൊല്ലുകയും ചെയ്യുന്ന വിച്ഛേദം എന്ന ഒരു സംഗതി 12 മുതൽ 19 വരെ യൂറോപ്പിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ്. ഭാരതീയമായിട്ട് സതിയും ദേവദാസി സമുദായവും ഒക്കെ തന്നെ നാം തിരിച്ചറിഞ്ഞതാണ്. ക്രൂരമായിട്ടുള്ള അങ്ങേയറ്റത്തെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും നീചവുമായ ആ സങ്കല്പങ്ങൾ ഭാരതത്തിൻ്റെയും ചരിത്രത്തിലെ കറുത്ത വരികളാൽ അടയാളപ്പെടുത്തുകയാണ്. അതോടൊപ്പം പുരുഷ മേധാവിത്വം, സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായ്മ, ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുകയാണെങ്കിൽ ഇന്നും സ്ത്രീകൾ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ മുദ്രാവാക്യങ്ങളുടെ, അവകാശങ്ങളുടെ, ആവശ്യങ്ങളുടെ ശക്തി വളരെ വലുതാകുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു വിശ്വാസത്തിൻ്റെ, ലിംഗപരമായിട്ടുള്ള വേർതിരിവിന്റെ ആകെ ചരിത്രമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അത്തരത്തിലുള്ള ലിംഗപരമായിട്ടുള്ള വേർതിരിവ് തിരിച്ചറിഞ്ഞ ഒരു എഴുത്തുകാരന്റെ കൃതിയുടെ ഗൾഫിലെ പ്രകാശനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. സ്ത്രീകളുടെ അവരുടെ സമ്പത്തിനോടുള്ള, അവരുടെ ലൈംഗികതയോടുള്ള, അവരുടെ സാമൂഹ്യപരമായിട്ട് ഇടപെടാനുള്ള അവർക്കുള്ള കഴിവിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ലോകത്ത് നിലനിൽക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ മത രാഷ്ട്രീയ രംഗത്തെ ഇടപെടലുകൾക്കെതിരെ തന്റെ തൂലികയിലൂടെ വ്യത്യസ്തമായ ശബ്ദം മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയുടെ, സുധീഷ് രാഘവന്റെ രണ്ടാമത്തെ നോവലിന്റെ പ്രകാശന കർമ്മം ആണ് നാം ഇവിടെ ഇനി ഏതാനും നിമിഷങ്ങൾക്ക് അത് ആസ്വദിക്കാനും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ പോകുന്നത്. അതിന് എനിക്കേറെ പ്രിയപ്പെട്ട, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വേദി. എനിക്കേറെ പ്രിയപ്പെട്ട ഈ ബഹ്റിനില് 3 തവണ കാരശ്ശേരി മാഷ് വന്നതും ആദ്യം 2003 എൻ്റെ ഒരു ടോക്ക് ഷോയിൽ പങ്കെടുക്കാനാണ് കാരശ്ശേരി മാഷ് വന്നത്. പിന്നീട് ബഹ്റിൻ കേരളീയ സമാജത്തിൽ വന്നപ്പോഴും അന്നത്തെ ലിറ്റററി സെക്രട്ടറി എന്നെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഈ പ്രോഗ്രാമിൽ എനിക്ക് നേരിട്ട് വിളിക്കാനുള്ള ഒരവസരമുണ്ടായി. MN കാരശ്ശേരിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അതിന് ഞാൻ അതുകൊണ്ട് തന്നെ വെറും 2 വാചകമാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് കുറിച്ചു വെച്ചിട്ടുള്ളത്. ഒരു പ്രതിഭാശാലിയുടെ തിളക്കത്തോടെ രചനകൾ നടത്തുകയും ഒരു തലമുറയുടെ ചിന്തകളിൽ കരൽക്കട്ടകൾ കോരിയിടുകയും നാളെയിലേക്ക് ഒരു പൊതുസമൂഹത്തെ നയിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള എഴുത്തുകാരനും ചിന്തകനും വാഗ്മിയും ഒക്കെയായ ശ്രീ MN കാരശ്ശേരിയെ സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.